ഒപ്റ്റിക്കൽ സൂം, ഡിജിറ്റൽ സൂം മുതലായവ മൊബൈലും ക്യാമറയുമായി ബന്ധപ്പെട്ട് നാം വളരെയധികം കേട്ടിട്ടുണ്ട്. എന്താണ് ഒപ്റ്റിക്കൽ സൂം, ഡിജിറ്റൽ സൂം എന്ന് നോക്കാം. ഒരു ക്യാമറയുടെ ലെൻസിൻ്റെയോ മറ്റു പാർട്സുകളുടെയോ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൽ മാറ്റം വരുത്തി ഒരു സബ്ജക്റ്റിൻ്റെ വ്യക്തതയുള്ള സൂം ഫോട്ടോ എടുക്കുന്നതിനെയാണ് ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നത്. എന്നാൽ ഡിജിറ്റൽ സൂം ടെക്നോളജി ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഹാർഡ്വെയർ പാർട്സുകളുടെ മൂവ്മെൻറ്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. പകരമായി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഫുൾ ഇമേജിൻ്റെ ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്ത് അതിൻ്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്തുള്ള ഒരു ഫോട്ടോ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്ത് എടുക്കുന്ന അതേ റിസൾട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സൂം വഴിയും കിട്ടുന്നത്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോകളുടെ ക്വാളിറ്റിയിൽ കാര്യമായ കുറവുണ്ടാകും. അതിനാൽ ഒപ്റ്റിക്കൽ സൂം ടെക്നോളജി യൂസ് ചെയ്തെടുക്കുന്ന സൂം ഫോട്ടോകളുടെ മികവ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സൂം ഫോട്ടോകൾക്ക് ഒരിക്കലും കാണുകയില്ല. ഒപ്റ്റിക്കൽ സൂം ടെക്നോളജിക്കായി അഡീഷണൽ ലെൻസുകളും ഹാർഡ്വെയറുകളും ആവശ്യമായതിനാൽ ഇതിന് ചിലവ് കൂടുതലാണ്. അതിനാൽ വില കൂടിയ മൊബൈലുകളിലും ക്യാമറകളിലും മാത്രമേ ഈ ടെക്നോളജി യൂസ് ചെയ്യുകയുള്ളൂ. സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുള്ള ചിലവ് കുറഞ്ഞ ഡിജിറ്റൽ സൂം ടെക്നോളജി ആയിരിക്കും സാധാരണയായി വില കുറഞ്ഞ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്. എന്നാൽ ചില ഫോണുകളിൽ ഹൈബ്രിഡ് സൂം എന്നൊരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഈ ടെക്നോളജി അനുസരിച്ച് ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമും വഴി എടുക്കുന്ന ഫോട്ടോകളെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൂടുതൽ വ്യക്തതയുള്ള ഒരു ഫോട്ടോ നമുക്ക് ലഭ്യമാക്കുന്നു.